സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. എന്റെ പുതിയ ഗാനം കേട്ടോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. എങ്ങനെയുണ്ട് എന്റെ പാപ്പാ പ്രാസം? നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് വിചാരിച്ചു. ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടോ? കുഴിച്ചിടോ കുഴിച്ചിടോ. പാടിയ പാട്ടിനെ കേട്ടോ, പാവാട ഇട്ടുകൊണ്ട് ഓടഞ്ഞ കേട്ടോ. செல்லக்குட்டி பொண்ண காண சிலையாக நிக்கிற வாடி, அள்ளிக்கிட்டு போக போற அழகா நீ பொண்ணையும் தாடி. முட்டுற முழுசாக திட்டுற புதுசாக ஒட்டுற உறவாக எம்மா எம்மா, கொட்டுற மழையாக வெட்டுற சுகமாக எப்போன்னு தொட போற உம்மா உம்மா. நெஞ்சுக்குள்ள ജിത്തുവേട്ട ബെല്ലടിച്ചു കേട്ടോ. അതിന് ബെല്ലൊക്കെ ഇവിടെ അടിച്ചോട്ടെ, നിനക്കെന്നെ എന്ത് കഷ്ടം അത്. ബെല്ലടിച്ചു, ഇനി ക്ലാസ്സിൽ പോണ്ടേ? കഷ്ടമല്ല കാഷ്ടം, അവിടെ നിക്കടി. വന്ന് ജിത്തുവേട്ടന്റെ കുരുത്തക്കേടിന് ഒരു ലൈസൻസും ഇല്ല. ആണോ? അത് നല്ലതല്ലേ? പിന്നെ ഭയങ്കര നല്ലതാ. ജിത്തുവേട്ട ഞാൻ പൊക്കോട്ടെ ജിത്തുവേട്ട. എന്നാ നീ പൊക്കോ, ഒരു ഉമ്മയും കൂടി തന്നിട്ട് പൊക്കോ. ഇങ്ങനെ ഞാൻ തരാം, തരാം. കിട്ടിയില്ല, ഇനി ഞാൻ പൊക്കോട്ടെ. അങ്ങനെ ഇപ്പൊ മോള് പോണ്ട. ജിത്തുവേട്ടൻ ഉമ്മ ചോദിച്ചു, ഞാൻ തന്നു. ഇനി ഞാൻ പൊക്കോട്ടെ. ഇനി എന്തിനാ ഞാൻ ഇവിടെ നിക്കുന്നത്? നിനക്ക് ഉമ്മയല്ലേ വേണ്ടെന്ന്, അത് ഞാൻ തന്നില്ല. ഇനി ഞാൻ പൊക്കോട്ടെ. തന്നു, പക്ഷെ കിട്ടണ്ട അവിടെ കിട്ടിയില്ലല്ലോ. തരണ്ട അവിടെ തന്നിട്ട് അങ്ങോട്ട് നീ പോയാ മതിടി. ജിത്തുവേട്ട ഈ ചുണ്ടിന് കീഴുള്ള നിന്റെ മാർക്കില്ലേ, അത് പലപ്പോഴായിട്ട് എന്റെ കൺട്രോള് കളയുക. എന്തേലും ഉണ്ടാക്കണി നീ നോക്കുന്നേ? പോകുന്നില്ലേ? നിനക്കല്ലായിരുന്നു പോവാൻ തിടുക്കുണ്ടായിരുന്നു, എന്ത് പറ്റി പോവാത്തെ? അതോ എനിക്ക് പോവാൻ തോന്നുന്നില്ല ജിത്തുവേട്ട, ഇങ്ങനെ നിക്കാൻ തോന്നുന്നു. അറിയില്ല, എന്തോ ഒരു വിഷമം. എനിക്ക് മനസ്സിലായി. ഈ ക്ലാസ് കട്ട് ചെയ്യാനുള്ള ഉദ്ദേശമല്ലേ ഫസ്റ്റ് ഡേ തന്നെ? ഏയ്
ഇനി എൻ്റെ പൊന്നുമോള് ക്ലാസ്സിൽ പോകും. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. ഒന്നാമത് ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കണമെന്ന് എനിക്കും അറിയുള്ളൂ. മനുഷ്യനൊരു നാണമില്ല. എന്താ പറയുന്നേ? ഇതേടി കാര്യമില്ല ഞാൻ പറഞ്ഞേ. അത്ര മാത്രം മനസ്സിലുള്ളൂ ഇങ്ങേരുടെ. അതെ, അത് മാത്രമേ ഉള്ളൂ. എന്നാലേ ഞാൻ പോട്ടെ. ഇനി അവളുമാരെന്നെ അന്വേഷിക്കും. നിങ്ങളിവിടെ വഷളത്തരവും ചിന്തിച്ചോണ്ടിരുന്ന കേട്ടാ. ഓ ശരി തമ്പ്രാട്ടി ചെന്നാട്ടെ. ഓ പൂവ് തന്നെയാണ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നൊന്നുമില്ല. എനിക്ക് വേറെ പണിയില്ല ഇവിടെ നിൽക്കാനായിട്ട്. ഇനി നിങ്ങളുടെ ഉമ്മയും ചോദിച്ചിട്ട് വേട്ടോ, മെസ്സേജ് അയക്കട്ടോ, ഫോൺ വിളിക്കട്ടോ, ഒന്നും എടുക്കൂല. ഫോണും നോക്കൂല, മെസ്സേജും നോക്കൂല, ഉമ്മയും തരില്ല. പെണ്ണ ഇങ്ങനത്തെ കടിച്ചാൽ പൊട്ടാതെ തീരുമാനം എടുക്കല്ല കേട്ടോ. പിന്നെ ഞാൻ പട്ടിണി ആവൂടെ. ഞാൻ പിന്നെ ആരോടടി പോയി ഇതൊക്കെ ചോദിക്കുന്നത് ദുഷ്ടേ? അത് സാരമില്ല, അത് ശീലായിക്കോളും. എന്ത് ശീലായിക്കോളൂ നാടി ദുഷ്ടേ? നിന്നില്ല ഞാൻ. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല. അതെ ഞാൻ പോവാ, എനിക്ക് ക്ലാസ് ഉണ്ട്. ഇനി അവളമാരെ അന്വേഷിക്കും, അവർക്കൊക്കെ ഡൗട്ട് തോന്നും. അപ്പൊ ശരി മോനൂസേ ചേച്ചി, പിന്നെ വരാട്ടോ. പൊടി മായിരും കുഞ്ഞെ. ഹോ ഒരുത്തി ഇവിടുന്ന് ബുക്ക് എടുക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവളവിടെ ബുക്ക് ഉണ്ടാക്കാനാണോ പോയത്, അതോ ഇനി ലൈബ്രറി കത്തിക്കാനാണോ പോയത്? എവിടെ പോയി കിടക്കുകയാണെന്തോ ഈ സാധനമൊക്കെ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടും പാടില്ല. പുല്ല് ഇന്ത്യടി നോക്കുന്നേ. പിന്നെ നോക്കാതെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ഈ കോളേജിൽ. അന്നേരം തന്നെ അവൾ ഉറങ്ങിക്കോളും. ഇങ്ങനത്തെ ഒരു ഉറക്ക പിശാശ്. നീ എന്നെ ഇന്നലെ രാത്രി കക്കാൻ പോയേക്കായിരുന്നു. അവക്കടെ ഒരു ഉറക്കം. നീ പറയണ കേട്ടാ തോന്നുന്നു ഉറക്കം ഏതാണ്ട് വലിയ ഏതുകൊണ്ട് ഒരു കുറ്റമാണെന്ന്. നിർത്തുന്നുണ്ടെല്ലാം. കുറെ നേരമായി അവൾക്കടെ ഒരു ഉറക്കം. ഒരുത്തി ഇവിടെ ലൈബ്രറി പോയേക്കാ. ബുക്ക് ഉണ്ടാക്കാനാണോ ബുക്ക് കത്തിക്കാനാണോ പോയെന്ന് ആർക്കറിയാം. അതിൻ്റെ ഇടയിൽ അവക്കടെ ഒരു ഉറക്കം. നിനക്ക് ഒരു നേരം പോലും ഉറങ്ങാതിരിക്കാൻ പറ്റില്ലേടി? രാത്രി ഫുൾ അവൾ കക്കാൻ പോയേക്കാന്ന് തോന്നുന്നു അവക്കടെ ഉറക്കം കണ്ടു കഴിഞ്ഞാൽ. ഇനി നീയാക്കി നീ വാ തുറന്ന് ഇനി എൻ്റെ വേറെ വല്ല സ്വഭാവം കാണൂട്ടെ. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എത്രയാന്ന് വെച്ചാൽ പറയണേ. ഇത്ര നേരം തലയിൽ കയറില്ലെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ തലയിൽ ഞാൻ പറയണില്ലേ? ഇന്റർവെല് തുടങ്ങണതിന് മുമ്പ് ഒരുത്തി ലൈബ്രറി പോയി. അതിനി ഏത് ഊലാമണ്ടേ പോയി കിടക്കാണെന്ന് ആർക്കറിയാം. ഇനി അടുത്ത ചെയ്തം കൂടി ഇനി ഇവരുടെ ഭയങ്ങുന്നും കൂടി കേട്ടാലായിരിക്കും അവർക്ക് സ്വസ്ഥത വരുള്ളൂ. ഇങ്ങനെ ഓരോന്നും നിങ്ങളെന്റെ ദൈവമേ, എനിക്ക് പയ്യ മടുത്തു. ഞാൻ എത്രയാണെന്ന് വെച്ചാൽ സഹിക്കണം നിങ്ങളെ കൊണ്ട്. എടി പ്രാന്തികളെ ഒന്ന് നിർത്തുന്നുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ ഞാൻ സഹിക്കണം. നിങ്ങളൊന്ന് വായിടിച്ച് നീ തന്നെ വാ തുറക്കരുതെന്ന് പറയും. നീ തന്നെ കിടന്ന് ചലച്ചോണ്ടിരിക്കൊന്നും മിണ്ടായിരിക്കണ്ടോ? ഞാനിപ്പോൾ പറഞ്ഞതിലല്ല കുഴപ്പം. ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റി? ഒരുത്തി പോയത് കാണാത്തതിന് ഞാൻ ചോദിച്ചതിനാണോ തെറ്റി? ഇവറ്റകളൊന്ന് ഒച്ച ഉണ്ടാക്കി ഞാൻ പറഞ്ഞതിനാണോ തെറ്റി? ഞാൻ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റി? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് നീ പറയടി പുല്ലേ. കുറെ നേരമല്ലോ. എടി ഈനാമ്പേച്ചി മരപ്പെട്ടി കോപ്പെ നിർത്തുന്നുണ്ടോ എല്ലാം? ഇനി നീയൊക്കെ വാ തുറന്നു കഴിഞ്ഞാ എന്റെ വേറെ വല്ല സ്വഭാവം എടുപ്പിക്കരുത്. കുറെ ഞാൻ സഹിക്കണം. ദേ വരുന്നുണ്ട് നിങ്ങളുടെ ലൈബ്രറിക്കാരി. ലൈബ്രറി കത്തിച്ചോ എന്തോ. ഇവളെന്തോ നീ പന്തം കണ്ട പെരിച്ചാഴി ഓടി വരണ പോലെ ഓടി വരണ. ഇവക്ക് എന്നാ പറ്റിയോണ്ട് ദൈവമേ? ഇതെന്നാ പോയ പോലെ അല്ലല്ലോ. എവിടെയായിരുന്നു പുല്ലേ നീ ഇത്ര നേരം? നീ എപ്പ പോയതാ? എപ്പോഴാ നീ വന്ന് കയറുന്നേ? നീ അവിടെ ലൈബ്രറി ഉണ്ടാക്കാറുണ്ടോ കോപ്പെ? കുറെ നേരായി. അതെ, ഞാൻ ബുക്ക് തപ്പി പിടിച്ചൊക്കെ വന്നപ്പോ ടൈം പോയി. അതാണോ അതോ വേറെ വല്ലതാണോന്ന് ഞാൻ കണ്ടെത്തിക്കോളാട്ടാ. എന്ത്? വേറെ ഒന്നുമില്ല പൊടിവില്ലേ. എന്നിട്ട് ബുക്ക് കിട്ടിയാവോ? ഇല്ല. ഞാൻ പാട്ടുപാടാനറിയാതെ ആട്ടമാടാനറിയാതെ പാട്ടുപാടാനറിയാതെ ആട്ടമാടാനറിയാതെ ഒന്നും അറിയാതെ. പിന്നെ നീ എന്നാ കാണിക്കായിരുന്നോടി അവിടെ ഇത്ര നേരം? ബുക്ക് എടുക്കാനാന്ന് പറഞ്ഞിട്ട് പോയിട്ട് നീ എന്റെ ബുക്ക് പണിയായിരുന്നു. ലൈബ്രറി പൊളിച്ച് പൊണിയായിരുന്നു. നീ എന്നെ കാണിക്കായിരുന്നോടി ഇത്ര നേരം? ഞാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലേ? നീ എന്നെ എത്ര മണിക്കൂർ അവിടെ നിന്ന് കാണിച്ചേ? എന്നായിരുന്നു അവിടെ നിന്റെ പരിപാടി? കുറെ നേരം സഹിക്കണേനും ക്ഷമിക്കണേനൊക്കെ പരാതി ഉണ്ടെങ്കിൽ ആരുടെ മേലൊക്കെ തട്ടിക്കൂട്ടി കയറി എന്താവോ? ഒന്ന് നിർത്തടി പുല്ലേ. എന്ത് വിധീത് വല്ലാത്ത ചതീത്. ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്. എന്ത് വിധീത്. എന്റെ മോനെ കുട്ട, നീ എവിടെയായിരുന്നു ഇത്ര നേരം? നിന്നെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. എവിടെ പോയായിരുന്നു? ഞാൻ ചുമ്മാ ലൈബ്രറിയിലായിരുന്നു മോനെ. ലൈബ്രറിയിൽ നീ തന്നെയായിരുന്നോ അതോ നീ അവളുണ്ടായിരുന്നോ? മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു കള്ളൻ. എനിക്ക് നാണം വരുന്നു.
കോപ്പെ സ്വന്തം അളിയന്റെ മുഖത്ത് നോക്കിയിട്ടാണോടോ നീ ഇങ്ങനെ വർത്താനം പറയണേ? പരമചറ്റ ഒന്ന് പോടപ്പ. നിന്റെ അല്ലേ അളിയൻ, അപ്പൊ ഇങ്ങനെ വരുള്ളൂ. പിന്നെ അളിയനേക്കായി നല്ലൊരു ബന്ധം നമ്മൾ തമ്മിലുണ്ടല്ലോ. ഡേ കാമപ്രാന്ത, അവള് കൊച്ചു പെണ്ണാ. കെട്ടിന് മുമ്പേ നീ എന്നെ അങ്കിളാക്കൂടപ്പ എന്നെ പട്ടി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അളിയനും സമ്മതമാണെങ്കിൽ അമുക്ക് ടുമുക്ക് അമാൾ ഡുമാൾ അമുക്ക് ടുമുക്ക് അമാൾ ഡുമാൾ അമുക്ക് ടുമുക്ക് അമാൾ ഡുമാൾ അമുക്ക് ടുമുക്ക്. ഞാനേ ഒന്ന് ആലോചിക്കട്ടെ. എന്റെ പെങ്ങളെ നിനക്ക് തന്നെ കെട്ടിച്ചേർന്നോന്ന് കേട്ടാ. എന്റെ പന്നപ്പട്ടി കോപ്പേ. വേണ്ടട്ടാ. നീ പോടെ കോപ്പേ. എടാ അവന്മാരെന്തുവാണ് ഇത്ര കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്? ഞാൻ വന്നപ്പം ഒരു ശ്രദ്ധിക്കുക. അതിന്ന് രാവിലെ മോർണിംഗ് നടന്ന സംഭവം. പക്ഷേയോ എന്നതാ അവിടെ ഇത്ര ഡിസ്കഷൻ? കുറെ നേരമായല്ലോ ഞാൻ വന്നപ്പം പോലും ശ്രദ്ധിക്കുക. എന്നതാ അവിടെ? ഒന്ന് പോടായിരുന്നു. എന്നതാ പുച്ചേ പുകത്തിരി പോയി ക്ലബിയും എന്നാ പറ്റി? എന്റെ കോപ്പേ, എനിക്ക് അങ്ങനെ വിളിക്കണം എനിക്കിഷ്ടമല്ല. ആ പെണ്ണുങ്ങൾ കാരണം ഇന്നലെ ഡേ ഫുൾ പോയി. ആകെ നാറി ചീഞ്ഞു പണ്ടാരടങ്ങാൻ. അതെ, എവിടെ നിന്ന് കുറ്റിയും പറിച്ച് വന്നേക്കണാണോ എന്തോ. ഏട്ടാ നിന്റെ പെങ്ങളും ഇല്ലേ ഇതില്? എന്റെ പെങ്ങളുടെ മേത്തോട്ട് കയറില്ല. നേരത്തെ പഠിച്ച കോളേജിൽ നിന്ന് ഡിസ്മിസും വാങ്ങി വന്നേക്കല്ലേ. അപ്പൊ ഇതുമല്ല ഇതിനപ്പുറം പറ്റുള്ള ഇതിനെ പ്രതീക്ഷിക്കുക. അതിലൊരു അത്ഭുതവും ഇല്ല. എന്നെ കണ്ടിട്ട് മൊയിലായിട്ട് തോന്നുന്നുണ്ടോടാ? മൊയിലിനെ പോലെയാണോടാ ഞാൻ ഇരിക്കുന്നത്? അപ്പടി രാവിലെ തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ മൊയിലൊന്നും വിളിച്ചില്ലേടാ? എന്നാന്ന് മൊയലോ? ആടാ ഏപ്രാച്ച് രാവിലെ എന്നെ മൊയലേന്ന് വിളിച്ചടാ. എൻ്റെ പൊന്നേടാ, നീ അത് ഓർത്തിരിക്കാതെ അത് വീട്ടിൽ ഇറക്കാവുന്ന. എന്തിനു വിടാൻ? അവളെന്നെ മൊയിലേന്ന് വിളിച്ചില്ല, ഞാൻ എന്തിനു വിടണം? അതെ അവൻ പറഞ്ഞതിലും കാര്യമില്ല. അവൻ്റെ ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഫേസിനെ നോക്കിക്കൊണ്ടല്ല അവൾ മൊയിലേന്ന് വിളിച്ചത്. അപ്പോൾ അവന് അതിനുവേണ്ടി പ്രതികരിക്കേ പറ്റൂ. എന്നെ പട്ടിക്കോഴി ഇടയിൽ കൂടെ എനിക്കിട്ട് താങ്ങുക. അത് വിടറ. അവർ ചിലപ്പോൾ ദേഷ്യം വന്നപ്പോൾ വല്ല വിളിച്ചു ഊരായിരിക്കും. അതിങ്ങനെ കാര്യമായിട്ട് എടുക്കാതെ. പിന്നെ സീനിയേഴ്സിന്റെ തലമണ്ടേ കയറി ഞരങ്ങുന്നതല്ല അവളുമാരുടെ ദേഷ്യം. നീ ഒന്ന് പോടാ. നീ എവിടെ നിന്ന് വന്നേക്കണോ? അല്ല പിന്നെ അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. കോപ്പെ, നീ കുറെ നേരമല്ല കുരുട്ടിനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ തുടങ്ങിയിട്ട്. അതിന് മാത്രം അവള് നിന്റെ ആരാ? അത് പിന്നെ അവള് ചെറുതായിട്ട് എൻ്റെ ഒരു പെങ്ങളായിട്ട് വരും, അത്രേ ഉള്ളൂ. നിന്റെ പെങ്ങളോ? പിന്നെ അവളോ? ആ പെണ്ണോ നിന്റെ പെങ്ങളാ? ഞാൻ പറയാറില്ലേ എൻ്റെ കുഞ്ഞി, അവളാണ് എൻ്റെ കുഞ്ഞി അബ്രോഡ് എന്തോല്ലേ പഠിച്ചോന്ന് പറഞ്ഞേ. അവളാണ് ഇവള്. അവള് അബ്രോഡ് പോയാ പഠിച്ചേ. എന്തേടാ കുഴപ്പേ ഉള്ളൂ. അതിന്റെ വായനാക്ക് എന്തുന്നാടാ? എന്റെ പൊന്നെ. എന്റെ പെങ്ങളെ പറ്റി ഞാൻ ആവശ്യം പറയല്ല കേട്ടോ, കേട്ടില്ല? അവള് പാവ, അവള് പഞ്ചപ്പാവ, കേട്ടില്ല? ആര്? അവളോ? നിന്റെ പെങ്ങളോ? പഞ്ചപ്പാവോ? വേറെ വല്ലാണെങ്കിൽ പിന്നെ അതിന്റെ കഴുത്തിന് ചുറ്റും അതിന്റെ നാക്ക്. അതിനോടൊരു കാര്യം പറയാൻ കൊള്ളില്ല. എന്തുവാട് ഇത്? എന്നാ സാധനം? എന്നാ അതിന്റെ വായൊന്നും അടഞ്ഞിരിക്കില്ല? വായാടി ഒന്ന് പോടെ. ഇപ്പൊ എങ്ങനെ ഇരിക്കണു? നിന്റെ പെങ്ങളെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളി, അതേപോലെ തന്നെ എനിക്കും ഉണ്ട കോപ്പേ. ഞാൻ എപ്പോഴാണ് നിന്റെ പെങ്ങളെ പറ്റി പറഞ്ഞേ? അനാവശ്യം പറയരുത് കേട്ടോ മൊയലേ, കാട്ടുമൊയലേ. മൊയലാ? വിളിക്കടാ. ആങ്ങളെയും പെങ്ങളും കൂടെ എന്റെ നെഞ്ചത്തോട്ട് കേറ്. ഞാൻ ഇവിടെ വെറുതെ എല്ലാവർക്കും വേണ്ടി കൊട്ടാൻ നിൽക്കണ ചണ്ടയാണല്ലോ. പെങ്ങള് വന്നപ്പോ തൊട്ട് എന്റെ തലയിലോട്ടായിരുന്നു അഴിഞ്ഞാട്ടം. അവളെ ഞാൻ വിടില്ലടാ. നോക്കിക്കോ, നിന്റെ പെങ്ങളെ ഞാൻ ഇന്ന ഒക്കെ വരപ്പിക്കൂടാ. ഈ JK ആരാന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അവൾക്ക് അല്ലെങ്കിൽ അക്ഷരമാലൊക്കെ ഇച്ചിരി സ്ഫുടത കുറവ്. അപ്പൊ നീ കാണിച്ചു കൊടുത്താൽ ചിലപ്പോ ശരിയാവും. പോടെ പന്നപ്പട്ടി ചെറ്റേ നാറി പരനാറി കോപ്പേ. ഞാനേ കാന്റീനോട്ട് പോവാ. വരണ്ടെങ്കി വാ. തിന്ന വല്ല ഞണ്ണാൻ വേണ്ടെങ്കി വാ. നിങ്ങ വരുന്നുണ്ടോ? ഞാൻ ക്യാൻറ്റീനിലോട്ട് പോവാ. വരണ്ടെങ്കി വാ. കുമാരേട്ടാ. മോനെ പറയൂ, എന്താടാ വേണ്ടത് കഴിക്കാൻ? 6 ചായ, 2 പപ്സ്, 4 സാൻഡ്വിച്ച്. എടാ റോഹ, നിനക്ക് എന്തുവാടാ വേണ്ടേ? എന്തേലും മതി. പപ്സ് എടുത്തോന്നാ. എന്നാ 3 പപ്സും 4 സാൻഡ്വിച്ചും. ഓക്കേടാ കുട്ടാ. എടാ, അവന്മാരെ സസ്പെൻഷൻ കഴിഞ്ഞ് വന്നുന്നാ കേട്ടെ. ഇന്ന് എഴുന്നള്ളൂ. ഇനി അവറ്റകളുടെ കഴിഞ്ഞാട്ടും കൂടി കാണണം. ഇനി നമ്മളായിട്ട് ഒന്നിനും പോകണ്ട. ഞാൻ പറഞ്ഞു വന്നതിന് അർത്ഥം മനസ്സിലായല്ലോ. എടാ ചിത്തു നിന്നോടൊക്കെ പറഞ്ഞേ. കേട്ടു. ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാ നിന്നോട് പറഞ്ഞേ. നീ പറഞ്ഞാലേ അവൻ കേൾക്കൂ. അതങ്ങനെ ഒരു സാധനം.
അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് അവർ കാരണം ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് യോഗ്യതയിൽ നിന്ന് നമ്മൾ പോവേണ്ടതായിരുന്നു. മൈരന്മാര് കാരണം ഒരു രക്ഷയില്ല. അടുത്ത ചാമ്പ്യൻഷിപ്പ് വരെയാണ്. നീ പറഞ്ഞാലേ അവൻ കേൾക്കൂ. പറഞ്ഞിട്ട് വലിയ കൂസലുണ്ടോന്ന് നോക്കിയിട്ട് ചെക്ക. ഓ കേട്ടു. ഞാനായിട്ട് ഒന്നിനും പോണില്ല. അവരായിട്ട് ഇങ്ങോട്ട് വന്ന ഞാൻ പിന്നെ നോക്കില്ല. പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. Hey, Rebels? Called it bad just today. You hit me with a call to your place. Ain't been out in a while anyway. Was hoping I could catch you throwing smiles in my face. Romantic talking, you don't even have to try. You're cute enough to fuck with me tonight. Looking at the table, all I see is bleeding white. Baby, you living the life, but nigga, you ain't living right. Cocaine and drinking with your friends. You live in the dark, boy, I cannot pretend. I'm not faced, only you to sin. If you've been in your garden, you know that you can. Call me when you want, call me when you need. Call me in the morning, I'll be on the way. Call me when you want, call me when you need. Call me out by your name, I'll be on the way. Like ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ചെകുത്താന്മാരെല്ലാരും തിന്നാൻ വന്നേക്കുവാണോ? ഏയ് അല്ലടാ, കാണാൻ വന്നതാ. ചേട്ടന്മാര് സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് വന്നു എന്ന് അറിയിക്കാനുള്ള വരവാണോ ഇത്? എന്റെ പൊന്നിടാവേ, ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് വഴക്കിടാൻ തീരെ താല്പര്യമില്ല. ഓ, ഞങ്ങൾക്കും ഇല്ലടാവേ. വന്ന സ്ഥിതിക്ക് എത്തിന്ന് അറിയിക്കണ്ടേ? കണ്ടല്ലോ, ഇനി ചേട്ടന്മാര് പോയാട്ടെ. അല്ല, കോളേജ് ഹീറോ ഒന്നും പറഞ്ഞില്ല. ചിത്തൂര് ഓർഡർ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണോ ഇളങ്കുഞ്ഞ്? പന്ന പുന്നാര മോനെ, അവൻ വാ തുറക്കണമെന്ന് തോന്നുമ്പോ അവൻ വാ തുറന്നോളൂ. എന്റെ ഓർഡർ വേണ്ട. മക്കള് പോയാട്ടെ വന്ന വഴി. പോവാട്ടോ, കാണാം നമുക്ക്. ആദ്യമായിട്ട് അവർ ഇത്രയും ശാന്തമായിട്ട് സംസാരിക്കുന്നത്. അതെ, അല്ലെങ്കിൽ വരവറിയിക്കുന്നത് തല്ലുകൂടിയാണ്. സൂക്ഷിക്കണം, എന്തോ ഒരു പണി വരുന്നുണ്ട്. അതിന്റെ മുന്നോടിയായത്. അവന്മാരടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ കാരണം അവന്മാർക്ക് സസ്പെൻഷൻ കിട്ടിയത്. സോറി, കണ്ടില്ല. സോറി. ഇറ്റ്സ് ഓക്കെ. തനിക്ക് വല്ലതും പറ്റിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ് കുഴപ്പമൊന്നുമില്ല. ചേട്ടനും എല്ലാം പറ്റിയോ? ഞാനല്ല അങ്ങോട്ട് വന്നിടിച്ചേ. വല്ലതും പറ്റിയോ? ഏയ് ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. കുഴപ്പമില്ല. ഓഹോ, ശരി. എന്നാ ഞാൻ പോട്ടെ കേട്ടോ. ഓക്കെ, ബൈ. കായിയോട് ശ്രേയ സംസാരിക്കുന്നത് കണ്ടിട്ട് ഒരാൾക്ക് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഇവളെന്തിനാ അവനോടൊക്കെ വർത്താനം പറയാൻ പോണേ? എന്നാ ശരി, എന്നാ വർത്തമാനം, എന്തുവാ കൊഞ്ചിക്കോഴയിലോ? ഓ അല്ല, അവനോട് കൊഞ്ചിക്കോഴി എന്നാന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇനി എനിക്കെന്താ? ഹൈ, എന്നാലും എന്നതായിരിക്കും അവരവിടെ സംസാരിച്ചോണ്ടിരുന്നേ? ഇവര് തമ്മിൽ വല്ല പരിചയം വല്ലതും ഉണ്ടോ? എടി, ഇവിടെ വന്നേടി. എവിടെയോ കേട്ടുമറന്ന ശബ്ദം. ആരത്? എടി കുഞ്ഞി, ഇവിടെ ഇങ്ങോട്ട് വാ. ഞാനാ വിളിച്ച, ഇങ്ങോട്ട് വാ. അയ്യോ, എന്റെ പട്ടിയേട്ടൻ. ഇങ്ങേരെന്തിന് എന്നെ വിളിക്കണ മനുഷ്യ? നിങ്ങൾ അവിടെ ഇരിക്കേ. ഹോ, എന്താ ബഹുമാനം. ചേട്ടന് പറ്റിയ അനീതി. എന്താ കുരുപ്പേ, ഞാൻ അവിടെ നിന്ന് തൂക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ഇങ്ങോട്ട് വാടി. ഹോ, എന്തുവാ? ഞാൻ വരിക. ഹോ, എടിമാരെ, എന്റെ കൂടെ ഒന്ന് വന്നേടി, അല്ലെങ്കിൽ ആ പന്നക്കടവ് എന്നെ വലിച്ചു കീറും. അവിടെ ആ കാട്ടുമുയലുണ്ട്. അങ്ങനെ എനിക്ക് തീരെ പിടിക്കുന്നില്ല. അങ്ങോട്ടേക്കാ വിളിച്ചേ. ബാ, പോവാം, ബാ. നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ച? അവനാവുന്ന പെങ്ങളെയല്ലേ വിളിച്ചേ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേക്കണേ? അത് വരാൻ തോന്നിയിട്ട്. അതിന് തനിക്ക് എന്താണോ ഞാൻ വന്നേന്? തന്റെ അടുത്തേക്കൊന്നല്ലല്ലോ വന്നത്. ഹോ, അതാ ചോദിച്ചത്. അവളെ വിളിച്ചതിന് നീ എന്നാത്തിനാ വന്നേന്ന്? എന്തേ, ഞങ്ങൾക്ക് എന്നാ വരാൻ പാടില്ലേ? അവിടെ വല്ല റൂളും റെഗുലേഷൻസും എല്ലാം എഴുതിയിട്ടുണ്ടോ? ഈ പന്ന കുതിര. ഇവിടെ കാടമ്പൂച്ച കുതിര തന്നെ ഓള്. എന്റെ ഓളെ പറയണ. നീ അവരോട് എന്റെ ഓളെ പറയേ? അത് നിന്റെ ഓൻ. ഡോ, താൻ എന്റെ ഓനെ പറയൂലട. പന്ന മരപ്പട്ടി, കാടമ്പൂച്ച, പോത്തമ്പൂച്ച വന്നേക്കണം. അങ്ങനെ ചിലക്കാൻ വേണ്ടിട്ട് പോത്തമ്പൂച്ച. പറയും, ഞാൻ പറയും. നീ ആരടി പോപ്പേ? ഞാൻ പറയും ഓൻ 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 ഓൻ. നിർത്തുന്നുണ്ടോ? കൊറേ നേരമായി സഹിക്കണു. നിർത്തുന്നതാണ് ബുദ്ധി. വേറെ എന്തോ സഹിക്കാം. ഇവള് വാ തുറന്നു കഴിഞ്ഞാ പിന്നെ ഇന്നൊന്നും നിർത്തൂല. പിന്നെ വായിലുള്ള തുണി തിരുകേണ്ടി വരും. കുരുട്ടെ, നീ കണ്ടോ ഞാൻ വാ തുറന്ന് വാടക്കില്ലാന്ന്? നീ കണ്ടോ? നീ ഏതാണ് എപ്പരാജി കോഴിക്കുഞ്ഞ്? അവൻ വന്നേക്കൂടെ കിടന്ന് ചിലക്കാരായിട്ട്. നീ ആരാ? എന്റെ കാര്യം നോക്ക. നീ ഏതാ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. പറഞ്ഞില്ല, ഇതിനെ ഇളക്കി മാറ്റുന്നേ. അയ്യോ, ഓടി
ദൈവം ഞാൻ ഓരോന്ന് വാങ്ങിച്ച് കൂട്ടുകയാണോ ദൈവം എന്റെ വിധി. ഹൂ. നോക്കണ്ട നീ. പറഞ്ഞാ കൂടിപ്പോവും. ഇല്ല ഇല്ല ഞാൻ ആര് നോക്കി? ഡോ പട്ടിച്ചേട്ടാ, താൻ അതിനൊക്കെ കുഞ്ഞിന്ന് കിടന്ന് അലറുണ്ടായിരുന്നു. ഇപ്പൊ എന്താ തനിക്കൊന്നും പറയാനില്ലേ? പട്ടി ചേട്ടനാ എന്തുവാടി? എനിക്കൊരു ബഹുമാനം തടി. ഞാൻ നിന്റെ ചേട്ടനാടി കൊച്ചേ. അതിനിവിടെ പ്രസക്തി ഇല്ല. റിയാക്ഷൻ ഇട്ട് കഴിഞ്ഞെങ്കിൽ കാര്യം പറയാവോ? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ടായിരുന്നു. അതിനെന്നാ വിളിച്ചേ? നിങ്ങൾ എന്നെ ഒന്നും മിണ്ടാത്തേ? അതിന് അവന് മിണ്ടാ നീ വായിക്ക് റെസ്റ്റ് കൊടുത്തോ കൊച്ചേ? അന്ന് ഇനി പറ. ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ? അമ്മ വിളിച്ചായിരുന്നു, എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് പറഞ്ഞു. പിന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിരുന്നു പറഞ്ഞു. പിന്നെ അധികം ചെലവാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. ഇവള് നന്നാവില്ല. പറഞ്ഞാ പിന്നെ പണ്ടേ അനുസരണയില്ലെന്നറിയാം. എന്നാലും ചേട്ടൻ എന്ന നിലയ്ക്ക് പറയേണ്ട ഉത്തരവാദിത്തമില്ലേ? അതിനെന്നാ പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. ഞാൻ കേട്ടില്ലെങ്കിലും പറയണമെങ്കിലോ. നീ നന്നാവില്ലടി. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായി? എനിക്ക് ഇവളെ ഫസ്റ്റ് കണ്ടപ്പോഴേ മനസ്സിലായി. പന്ന കാട്ടുമയിലെ, തന്നോട് ആരെങ്കിലും ചോദിച്ചോ ഞാൻ എങ്ങനെയുള്ളവളാണെന്ന്? വലിയ അഭിപ്രായം വന്നേക്കുന്നു. അയ്യോ നീ പൊടി വായാടി. ഞാൻ പറയും, എന്റെ വായ കൊണ്ട് ഞാൻ എന്തും പറയും. അത് ചോദിക്കാൻ നീ ഏതാടി കോപ്പേ? അപ്പൊ എന്റെ വായം കൊണ്ട് ഞാൻ പലതും പറയും. അത് ചോദിക്കാൻ താൻ ആരോടോ പറട്ടെ? അതെ മതി. അസംബ്ലി ഡിസ്മിസ് എല്ലാം ഇവിടെ നിന്ന് പോയിക്കേ. ഇത് ക്യാൻറ്റീനാണെന്നുള്ള ബോധമെങ്കിലും വേണം. അല്ല പിന്നെ എത്രയെന്ന് വെച്ചാൽ പറയണ. രാവിലെ മുതൽ ഞാൻ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുക. ഞാൻ മിണ്ടല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ എന്നെ പൊട്ടനാന്ന് വിചാരിച്ചോ? ഇനി എന്നാ നോക്കിക്കോ. ഇവിടെ കിട്ടേണ്ടൊക്കെ കിട്ടിയില്ലേ? ഇനി പോയിക്കേ. ക്ലാസ് റൂമിലോട്ട് കയറി പോയിട്ട് ബെല്ലടിച്ച് കേൾക്കാൻ പാടില്ലേ? ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ വരുന്നത് കേട്ടല്ലോ. പറയിപ്പിച്ച താൻ എന്ത് ചെയ്യൂടോ? ഇവളെ ഇന്ന് ഞാൻ വിളിച്ചോണ്ട് പോയിക്കോ എല്ലാത്തിനെയും. അല്ലെങ്കിൽ മോളെ ഞാൻ പറയണില്ല. നിർത്തുന്നുണ്ടോ? ഇങ്ങോട്ട് വാ. ഒറ്റകൾക്ക് പ്രാന്ത്. അവരോട് വർത്താനം പറയാൻ നമുക്കും തലയ്ക്ക് പ്രാന്ത് കൊടുക്കും. ഇങ്ങോട്ട് വാ. ആർക്കടി ഇവിടെ പ്രാന്ത്? നീ കണ്ടോ ഞങ്ങക്ക് ഇവിടെ പ്രാന്താണെന്ന്? നിങ്ങൾ വന്നിട്ടല്ല ഞങ്ങളെ ഇളക്കിയത്. പറഞ്ഞതും പോലെ എന്നിട്ട് കിടന്നോട് ചലക്കണോ നിങ്ങക്ക്? അച്ചായ എന്നടാ എന്നെ പറ്റി? എന്നാ നിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്നാ അത് പിന്നെ അച്ചായ, നിങ്ങളോടെല്ലാവരോടും അച്ഛൻ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു. എന്നാതിനാടാ? അറിയില്ല ജതിനേട്ടാ, എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. എന്നോട് നിങ്ങളെ വിളിക്കാൻ പറഞ്ഞു. എന്നാതിനാണാവോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ ഇച്ചിരി ദേഷ്യത്തിലാണ് എന്നോട് പറഞ്ഞത്. എന്നാണെന്ന് എനിക്കറിയില്ല. നിങ്ങളോട് വരാൻ പറഞ്ഞു. ആടാ നീ ചെന്നോ, ഞങ്ങൾ പുറകെ വന്നോളൂ. നീ പൊക്കോ. എന്തിനാണാവോ അങ്ങേരെ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചേ? ഇന്ന് അവന്മാരാണെങ്കിൽ സസ്പെൻഷൻ കഴിഞ്ഞ് വന്ന ദിവസം. ഇനി എന്തെങ്കിലും വാണിംഗ് തരാനാണോ? ബാ, എന്തായാലും വിളിച്ചല്ലേ, ചെന്ന് നോക്കാം എന്തിനാണാവോ അങ്ങേരെ വിളിച്ചേന്ന്. ബാ. മേ കം ഇൻ ഫാദർ? വന്നോ റൗഡികള്? ഫാദർ എന്തിനാ ഞങ്ങളെ വിളിപ്പിച്ചേ? ഞങ്ങളെ വിളിക്കണോന്ന് പറഞ്ഞു. എന്തിനാ വിളിച്ചേന്നോ? പൊന്മാലയിട്ട് സ്വീകരിക്കാൻ. എന്തുവാടാ നിങ്ങളുടെ ഉദ്ദേശം? ഇന്ന് ചെക്ക് ചെയ്തപ്പോഴല്ലേ നിങ്ങളുടെ എല്ലാം ബാഗിൻ്റെ ഉള്ളിൽ കണ്ട സാധനം നിങ്ങളുടെ ബിസിനസ് ഇതാണെന്ന് മനസ്സിലായേ? കോളേജ് ഹീറോയും കോളേജ് ക്യാമ്പസ് ചെയർമാനും എല്ലാം കണക്കാ. എന്താടാ ഇങ്ങനെ മുഖം കറുപ്പിച്ച് നോക്കുന്നേ? നിങ്ങളുടെയൊക്കെ ബാഗിൽ നിന്നാണ് കിട്ടിയത്. ഇന്ന് ചെക്കിങ് ചെയ്തപ്പോൾ ഈ തേജിത്ത് വർമ്മയും ജതിൻ കൃഷ്ണയും ജസ്റ്റിൻ മാനുവലും നിങ്ങൾ മൂന്നും തന്നെയല്ലേ? വേറെ ആരും അല്ലല്ലോ. ഫാദർ ഞങ്ങളത് യൂസ് ചെയ്യാറൊന്നുമില്ല. ഇതെന്തൊരു ചതിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പൊ നിനക്ക് ഇതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു. പിടിച്ചു കഴിഞ്ഞിട്ട് കിടന്ന് ഉരുളല്ലേ ഇറക്കാൻ. പ്ലീസ് ട്രസ്റ്റ് മീ ഫാദർ. ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഞങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ഇതാരോ ഞങ്ങളുടെ ബാഗിൽ കൊണ്ടിട്ടിട്ട് ഞങ്ങൾക്ക് ഇട്ട് പണിഞ്ഞതാ. കോളേജ് ചെയർമാനൊന്നും പറയാനൊന്നുമില്ലേ? എന്താ മിണ്ടായിരിക്കുന്നേ? വക്കാലത്ത് പിടിക്കാൻ വന്നായിരിക്കും. അതോ ആദമിച്ച ജോഹാനെ നിങ്ങളൊന്നും പറയട. ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തു. എടാ പറയട, നിങ്ങൾ എന്തുവാണ് നിങ്ങളിങ്ങനെ മിണ്ടായിരിക്കുന്നത്? നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഞങ്ങളങ്ങനെ യൂസ് ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്നാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? എന്തുവാണെങ്കിലും ഒന്ന് നോക്ക്. എടാ പരാതി പറച്ചിലും പരിഭവവും ഒക്കെ ഇനി ഫോണിൽ കൂടെയോ വീട്ടിൽ കൂടെയോ എവിടെയാണെന്ന് വെച്ചാൽ ചെയ്യും. ഡിസ്മിസ് തന്നേക്കാം നിങ്ങൾക്ക് 3 എണ്ണത്തിനും കേട്ടല്ലോ. പിന്നെ വേറെ ഈ കോളേജിന് ഇങ്ങനെ ഒരു ദുഷ്പേര് വന്നിട്ടില്ല. എല്ലാത്തിലും നമ്പർ 1 ആയ കോളേജ് ഈ പേരോടുകൂടി താഴുള്ളൂ. അതുകൊണ്ട് മക്കള് 3 ഇനി വീട്ടിൽ പോയി കുറച്ചാൾ കുത്തിയിരിക്കും. എന്നിട്ട് ഇനി വേറെ വല്ല പണിക്കും വല്ലതും പോകാന്നൊക്കെ കേട്ടാ. കോളേജിന്റെ മാനവും മര്യാദയും കളയാൻ വേണ്ടി ഓരോ നിങ്ങൾ വന്നു. എന്നാലും നിങ്ങളെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല പിള്ളേരെ കേട്ടോ.
ഫാദർ ഡിസ്മിസ് ലെറ്റർ കൊടുക്കുമ്പോൾ അവർക്ക് 3 പേർക്ക് മാത്രമായിട്ട് കൊടുക്കണ്ട, കൂടെ ഞങ്ങൾക്ക് 4 പേർക്കും കൂടി തന്നേക്കും. താൻ എന്തുവാ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ മിസ്റ്റർ അതർ? ഈ കുട്ടിക്കളിയൊന്നുമല്ല, ഡിസ്മിസ് ആണ് ഞാൻ ചെയ്യുന്നത്, അത് സസ്പെൻഷൻ അല്ല. ഇത്ര ദിവസം പോയി കഴിഞ്ഞിട്ട് തിരികെ വരാനായിട്ട് എന്താ പറയുന്നത്? താൻ വലിയ ഹീറോ കളിക്കുകയാണോ ഇവരുടെ മുമ്പിൽ? ഫാദർ, ഞാനിവിടെ ഹീറോയോ വില്ലനോ കളിക്കുകയില്ല. വി ആർ ഫ്രണ്ട്സ്, ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല ഞങ്ങൾ. ആത്മാർത്ഥമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം പരസ്പരം അറിയാം. ഒരാൾ സന്തോഷിച്ചാലും ഒരാൾ സങ്കടപ്പെട്ടാലും അത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഞങ്ങൾ 7 പേർ തമ്മിലുള്ളൂ. ബാക്കി എല്ലാത്തിലും ഞങ്ങൾ ഒരുമിച്ചാണ്. കൂട്ടത്തിൽ ഒരുവൻ്റെ മനസ്സ് പതറിയാൽ ബാക്കി ഞങ്ങൾ 6ഉം തിരിച്ചറിയും. പിന്നെ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാകത്തിലുള്ള സ്ട്രെസ്സോ പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ലഹരിയോ ആനന്ദമോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട സാർ. അതിനും വലിയൊരു ലഹരിക്ക് ഞങ്ങൾ അടിമയാണ്, ഫ്രണ്ട്ഷിപ്പ് എന്ന ലഹരിക്ക്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരിക്കലും മോചനമില്ല. ആ ഒരു ലഹരിക്ക് മാത്രമേ ഞങ്ങൾ അടിമയായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസ്മിസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് 3 പേരൊക്കെ ആയിട്ട് കൊടുക്കുകയൊന്നും വേണ്ട, ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ തന്നേക്ക്. അവരില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല സാർ. പിന്നെ സാറിന് ഊഹിക്കായിരുന്നു ഇന്ന് മറ്റവന്മാരുടെ സസ്പെൻഷൻ കഴിഞ്ഞ് വരുന്ന ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പണി കിട്ടുന്നത് പൊതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ സാറിന് ഊഹിക്കായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് സസ്പെൻഷൻ കിട്ടാൻ കാര്യമാക്കിയത് ഇവർ 3 പേരെയും ഉൾപ്പെടുത്തിയിട്ടാണ്. ഇവർ 3 പേരും കാരണം അവർക്ക് സസ്പെൻഷൻ കിട്ടിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വന്നതിൽ ഒരു അതിശയവും ഇല്ല. എന്തായാലും ഡിസ്മിസ് ലെറ്റർ അടിക്കുകയല്ലേ, അപ്പം ഞങ്ങൾ 7 പേർക്കും കൂടെ ഒരുമിച്ച് അടിച്ചേക്കും. മേ ഐ കം ഇൻ ഫാദർ? യെസ് കം ഇൻ. എന്താണോ ഇനി തനിക്ക് വേണ്ടത്? ഫാദർ, CCTV ഫോട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ബാഗിൽ ആരോ കൊണ്ടുപോയി ലഹരി മരുന്ന് ഇട്ടതാ, അല്ലാതെ ഇവർ യൂസ് ചെയ്തൊന്നല്ല. അതേ CCTV നോക്കിക്കേ, കിട്ടിയതാ. 3rd ഇയറിലെ അർജുൻ ചേട്ടൻ തന്നതാ. നോക്കട്ടെ, ഇവിടുതാ. സോറിയുടെ മക്കളെ, അച്ഛൻ തെറ്റിദ്ധരിച്ചു പോയി. അന്നേരം ആ കേട്ടേൻ്റെ ദേഷ്യത്തിലും വിഷമത്തിലും പറഞ്ഞതാട്ടോ. ഹോ, എന്നാലും അവറ്റകൾ ഇങ്ങനെ ചെയ്യൂ? ഓ എൻ്റെ ദൈവമേ, തലവേദന എടുക്കണം. ഇനി ഇവറ്റകളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡിസ്മിസ് കൊടുത്താലും സസ്പെൻഷൻ കൊടുത്താലും ഇവറ്റകൾ പഠിക്കില്ല. ഫാദർ, ഇതിനുള്ളത് ഞങ്ങൾ കൊടുത്തോളാം, ഫാദർ കൊടുക്കണ്ട. ഇതിന് മാത്രം ഞങ്ങൾക്കൊരു അനുവാദം തരണം. തന്നിരിക്കുന്നു പിള്ളേരെ, അവർക്കിട്ട് 4 പൊട്ടിച്ചിട്ടുവാ. നോക്കണ്ട, ഞാൻ തന്നെ പറയണത്. ചെല്ല്. അവരെ ഇങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല. അവർക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ അടുത്തുനിന്നാ, എന്നാലും അവരൊക്കെ പഠിക്കുള്ളൂ.
Yelelo, yelelelo, yelelo, yelelelo, yele pulelo. Yelelo, yelelelo, yelelo, yelelelo, yelelo, yelelelo, yele pulelo. ആഹ്ലാദിപ്പിൻ അർമാദിക്കിൻ സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.